ഒരാൾ, ഒരു രഹസ്യ സൈനിക താവളം, പിന്നെ അന്യഗ്രഹത്തിൽ നിന്നുള്ളതെന്ന് പറയപ്പെടുന്ന 9 പറക്കും തളികകൾ. ഇത് ബോബ് ലസാർ എന്ന വ്യക്തിയുടെ അവിശ്വസനീയമായ ഒരു കഥയാണ്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ലോകത്തെ രണ്ടായി വിഭജിച്ച ഒരു ചോദ്യമുണ്ട്. ഈ മനുഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്തിയ ആളാണോ, അതോ ഏറ്റവും വലിയൊരു നുണയനോ? നമുക്ക് ഈ കഥയുടെ ചുരുളഴിച്ചു നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 1989-ലാണ്. നമുക്ക് ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചുപോകാം. ലാസ് വേഗാസിലെ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയുടെ നിഴലിൽ മുഖം മറച്ചൊരാൾ ഒരു കഥ പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ വെളിപ്പെടുത്തൽ ലോകമെമ്പാടും ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ പോന്നതായിരുന്നു. അന്ന് ഡെന്നിസ് എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തിയ ആളുടെ വാക്കുകൾ ഇതായിരുന്നു: അമേരിക്കൻ ഗവൺമെന്റ് കയ്യിൽ 9 അന്യഗ്രഹ പേടകങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ആ ഒരൊറ്റ വാചകം ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് തീപിടിപ്പിക്കാൻ ധാരാളമായിരുന്നു. അപ്പോ ആരായിരുന്നു ഈ മുഖമൂടിക്കു പിന്നിലെ ഡെന്നിസ്? അധികം വൈകാതെ തന്നെ ലോകം ആ പേര് തിരിച്ചറിഞ്ഞു: റോബർട്ട് ബോബ് ലസാർ, ഈ കൊടുങ്കാറ്റിന്റെയെല്ലാം കേന്ദ്രബിന്ദുവായ ആൾ. ലസാർ ഒരു സാധാരണ ഭൗതികശാസ്ത്രജ്ഞനായിരുന്നില്ല കേട്ടോ. ഒഴിവു സമയങ്ങളിൽ ജെറ്റ് കാറുകൾ ഉണ്ടാക്കുകയും സ്വന്തം കിടപ്പുമുറിയിൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വരെ സ്ഥാപിക്കുകയും ചെയ്തൊരാൾ. ഒരുപക്ഷേ ഈ അസാധാരണമായ കഴിവുകൾ തന്നെയാവാം അദ്ദേഹത്തെ നെവാഡ മരുഭൂമിയിലെ ആ വലിയ രഹസ്യത്തിലേക്ക് നയിച്ചത്. അപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കഥ? ലസാറിന്റെ വാക്കുകൾ പ്രകാരം അദ്ദേഹത്തെ ഏരിയ 51-നടുത്തുള്ള S4 എന്ന അതീവ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നെന്നോ? പിടിച്ചെടുത്ത അന്യഗ്രഹ പേടകങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുക. അതായത് ഒരു ആന്റി മാറ്റർ റിയാക്ടറും ഗ്രാവിറ്റി ഉപയോഗിച്ച് പറക്കുന്ന സാങ്കേതിക വിദ്യയും മനസ്സിലാക്കുക. പക്ഷേ അതിലും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവികളുടെ ചരിത്രവും സാങ്കേതിക വിദ്യയും വിശദീകരിക്കുന്ന രഹസ്യ ഫയലുകൾ വായിക്കാൻ അദ്ദേഹത്തിന് അനുവാദം കിട്ടിയത്രേ. ഇതൊക്കെ കേൾക്കുമ്പോഴൊരു കെട്ടുകഥയാണെന്ന് തോന്നാം, അല്ലേ? കാരണം ലസാറിന്റെ കഥയെ പിന്തുണയ്ക്കുന്ന ഒരു ഔദ്യോഗിക രേഖ പോലും നിലവിലില്ല. പക്ഷേ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പറയുന്നത് ഗവൺമെന്റ് തന്നെ ആ തെളിവുകൾ മായ്ച്ചു കളഞ്ഞതാണെന്നാണ്. ചില സൂചനകൾ കാണുമ്പോൾ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് നമുക്കും തോന്നിപ്പോകും. ഇതാണ് ലസാറിന്റെ വിശ്വാസ്യതയുടെ ആണിക്കല്ല്: ലോസ് അലാമോസ് നാഷണൽ ലാബ്. അദ്ദേഹം ശരിക്കും അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ? ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഒരു വശത്ത് ലോസ് അലാമോസ് ലാബ് ലസാറിന്റെ ജോലിയെപ്പറ്റി പൂർണ്ണമായും നിഷേധിക്കുന്നു. അവർക്ക് അങ്ങനെയൊരാളെ അറിയില്ല. എന്നാൽ മറുവശത്തോ 1982-ലെ അതേ ലാബിന്റെ തന്നെ ഫോൺ ബുക്കിൽ ലസാറിന്റെ പേര്. പോരാത്തതിന് അതേ വർഷത്തെ ഒരു പ്രാദേശിക പത്രത്തിൽ അദ്ദേഹത്തെ ലാബിൽ ഒരു ഭൗതികശാസ്ത്രജ്ഞനായി പരിചയപ്പെടുത്തുന്നുമുണ്ട്. അപ്പോ ആരാണ് സത്യം പറയുന്നത്? രേഖകൾ മായ്ച്ചതാണോ അതോ ഉണ്ടാക്കിയതാണോ? ലസാർ വിവരിച്ച മറ്റൊരു വിചിത്രമായ കാര്യമാണ് ഈ ബോൺ സ്കാനർ. S4 പോലുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടക്കാൻ കൈപ്പത്തിയിലെ എല്ലുകളുടെ ഘടന അളക്കുന്ന ഒരു ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഓർക്കണം, ഇത് അദ്ദേഹം പറയുന്നത് 1989-ലാണ്. അന്നിങ്ങനെയൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ആരും കേട്ടിട്ടുപോലുമില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. അതേപോലുള്ള ബയോമെട്രിക് സ്കാനറുകൾ രഹസ്യ സർക്കാർ പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ചിരുന്നതായി തെളിവുകൾ പുറത്തുവന്നു. ആ സ്കാനറിന്റെ ഒരു ചിത്രം കണ്ട ലസാറിന്റെ പ്രതികരണം തികച്ചും ആത്മാർത്ഥമായിരുന്നു. പലർക്കും അത് നിർണായകമായ ഒരു തെളിവ് തന്നെയായിരുന്നു.